ആയുർവേദത്തിൽ ഇതിന് കൂവക്കിഴങ്ങ് എന്ന് പറയും. ഈ കൂവ ആയുർവേദത്തിൽ വളരെയധികം രോഗങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഒരു ആയുർവേദ ഔഷധമാണ്. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് കാലങ്ങളിലും പഴയ കാലങ്ങളിലും ഈ കൂവ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ വളരെ കുറവാണ്. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കൂവ വളരെ കുറവാണ്. പിന്നെ സംരക്ഷിച്ച് വളർത്തി ഇത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് അരോ റൂട്ട് എന്ന് വരും. ആരോ റൂട്ട് നമ്മളെ ബിസ്ക്കറ്റൊക്കെ മാർക്കറ്റിൽ അരോ റൂട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ബിസ്ക്കറ്റിൽ കൂവപ്പൊടി ചേർക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ചേർക്കാറില്ല. ഇത് മാർക്കറ്റിൽ ഇപ്പം നല്ല ഒറിജിനൽ കൂവപ്പൊടിക്ക് ഒരു 500-600 രൂപ വില ഒറിജിനൽ കിലോയ്ക്കുണ്ട്. ഇത് പൊടിച്ചെടുക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അരി പൊടിക്കുകയോ ഗോതമ്പ് പൊടിക്കുന്നത് പോലെ ഉള്ള ഒരു കപ്പ പൊടിക്കുന്ന പോലുള്ള പൊടിയല്ല ഇത്. ഈ കൂവ നല്ല രീതിയിൽ വിളഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ് പീസ് ചെറിയ പീസുകളാക്കി ഞെരടിയിട്ട് വെള്ളത്തിൽ കലക്കി ഊറ്റിയെടുക്കുകയാണ്. കൂവപ്പൊടി യഥാർത്ഥ രീതിയിൽ കൂവ 100 എടുക്കുന്നത് അങ്ങനെയാണ്. ആയുർവേദ വിധി പ്രകാരം ഇതിനെ അരിഞ്ഞ് ഞെരടും കൈകൊണ്ട് ഞെരടി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ഊറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും ഞെരടി അങ്ങനെ 2, 3, 4, 7 ഊറ്റാണ് ഈ കൂവപ്പൊടിക്ക് സാധാരണ നല്ല രീതിയിൽ എടുക്കേണ്ടത്. അതാണ് ഒറിജിനൽ കൂവപ്പൊടി. ആ കൂവ തയ്യാറാക്കി ഞെരടി പിഴിഞ്ഞ് 7 ഊറ്റെടുത്ത് നിഴലിൽ ഉണക്കിയെടുക്കുന്നതാണ് യഥാർത്ഥ കൂവപ്പൊടി. അതൊരു കിലോയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ 700-600 രൂപ വിലയുണ്ട്. നമ്മൾ ഇത് ഒരു യാത്രയിൽ അങ്ങനെ കണ്ടപ്പോൾ കൂവയെക്കുറിച്ചൊരു വിവരണം അറിയാത്തവർക്ക് നൽകാം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെടുത്തതാണ്. എന്തായാലും ആ കൂവ കണ്ടതിൽ വളരെയേറെ സന്തോഷം. പുതിയ തലമുറയ്ക്ക് ഈ കൂവയെക്കുറിച്ചൊന്ന് കാണിച്ചു കൊടുക്കുവാനും അത് കൂവ പൂത്ത് വരികയാണ്. അതിനെക്കുറിച്ചൊരു വിവരണം നൽകുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇത് ആയുർവേദത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഉഷ്ണരോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഈ കൂവപ്പൊടി. ഈ കൂവപ്പൊടിയുടെ ചെടിയാണ് നിങ്ങളീ കാണുന്നത് കൂവ. ഇതിൻ്റെ ഇല ഈ മഞ്ഞൾ, അതുപോലെ ആ മഞ്ഞൾ വർഗത്തിൻ്റെ ഇലയിൽപ്പെട്ട രീതിയിലാണ് അതിൻ്റെ ഇല. ഉഷ്ണരോഗത്തിന്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഉഷ്ണരോഗത്തിന് ഇത് ഏറ്റവും പറ്റിയ ഔഷധമാണ്. വെറുതെ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ നല്ല പശുവിൻ പാലിലോ കലക്കി എന്നും നമുക്ക് ഒരു 2 സ്പൂൺ സേവിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വയറുകടിക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് കൂവപ്പൊടി, കൂവന്നൂറ്. ഇതാണ് ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. ധാരാളം പിന്നെ രോഗങ്ങൾക്കും ഇത് കൊള്ളാവുന്ന ഒരു ഔഷധം കൂടിയാണ്.